പ്രിയപ്പെട്ടവരെ, സമയം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ പനി ബാധിതരുടെ എണ്ണവും ക്രമാതീതമായി ഉയരുന്നു. ഇന്നലെ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയത് 11,816 പേരാണ്. കൂടുതൽ ആളുകൾ പനി ബാധിതരാവുന്നു. പാലക്കാട്, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ രോഗികൾ. എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് ഓരോ മരണവും ഇതിനിടയിൽ റിപ്പോർട്ട് ചെയ്തു. 69 പേർക്ക് ഡെങ്കിപ്പനിയും 10 പേർക്ക് ഷിഗല്ലയും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടവിട്ടുള്ള മഴ പകർച്ചവ്യാധി വ്യാപനം കൂട്ടുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. MG പ്രതീഷ് ഉണ്ട്. MG പ്രതീഷ്, കനത്ത മഴ ഒരുപക്ഷെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ അങ്ങ് അവസാനിച്ചേക്കാം. പക്ഷേ പനി വിട്ടുമാറുന്നില്ല. ചില പനിയൊക്കെ വന്നാൽ കുറച്ചധികം ദിവസം നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്ന മഴയും പനിക്ക് കാരണമാവുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് 10,000 ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ 11,000-ലേക്ക് കണക്കുകൾ കുതിച്ചു കയറിയിട്ടുണ്ട്. ആശുപത്രികളിലെ സ്ഥല സൗകര്യമടക്കം പരിമിതിയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അല്പം ആശങ്കപ്പെടുത്തുന്നതാണോ പനിക്കണക്കുകൾ, പ്രതീഷ്? അരുൺകുമാർ, ഓരോ ദിവസം കഴിയുന്തോറും പനിബാധിതരുടെ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഇന്നലെ 10,000-ന് മുകളിലായിരുന്നു പ്രതിദിന രോഗികളെങ്കിൽ ഇന്നത് 11,000 കടന്നിരിക്കുന്നു. 11,816 പേരാണ് ഇന്നലെ മാത്രം പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പലർക്കും ഈ സാധാരണ പനിയല്ല, ഡെങ്കിപ്പനി, എലിപ്പനി, H1N1 ഇൻഫ്ലുവൻസ ഉൾപ്പെടെയുള്ള രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നത്. ഇന്നലെ മാത്രം 303 പേരാണ് ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തിയത്. ഇതിൽ 69 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. 16 പേർക്കാണ് ഇന്നലെ എലിപ്പനി സ്ഥിരീകരിച്ചത്. ഈ വരും ദിവസങ്ങളിൽ പകർച്ചവ്യാധികളുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നിലവിൽ പുറത്തുവരുന്ന ഓരോ കണക്കുകൾ പരിശോധിക്കുമ്പോഴും അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടവിട്ടുള്ള മഴ രോഗവ്യാപനം കൂട്ടി എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ വിലയിരുത്തൽ. ഈ പകർച്ചവ്യാധികൾക്കൊപ്പം ജലജന്യ രോഗങ്ങളും വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. പ്രധാനമായും ഷിഗല്ല, ഹെപ്പറ്റൈറ്റിസ് എ, വയറിളക്ക രോഗങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ മാത്രം 10 പേർക്ക് സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3,286 പേരാണ് വയറിളക്ക രോഗങ്ങളുമായി ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണം. ആശുപത്രികൾക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പനി ക്ലിനിക്കുകളും ഡെങ്കി കോർണറുകളും സജ്ജമാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. ഇതാണ് പ്രധാനമായും പൊതുജനങ്ങളോട് ആരോഗ്യ വകുപ്പിനും പറയാനുള്ളത്. അരുൺകുമാർ, താങ്ക് യു. പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ രോഗികൾ മലപ്പുറത്ത്, പാലക്കാട്, തിരുവനന്തപുരം. പ്രത്യേകം ശ്രദ്ധിക്കുക, 11,000 കവിഞ്ഞിരിക്കുന്നു പനി ബാധിതരുടെ എണ്ണം. അപ്പോൾ പനി വരും, ഇടയ്ക്ക് സൂക്ഷിക്കുക. അതിന് സ്വയം ചികിത്സയരുത്. നല്ല മൂക്കൊലിപ്പും ചുമയൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ തന്നെ പോവുക. ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഷിഗല്ല പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ശുചിയായ സ്ഥലത്ത് നിന്ന് മാത്രമേ, ശുചിത്വമുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ശുചിമുറികൾ ഉപയോഗിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൈകൾ സോപ്പിട്ട് കഴുകുക. കുഞ്ഞുങ്ങളോട് ചൂടുള്ള തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാനായിട്ട് പറയുക. അവരൊക്കെ അത് ആവശ്യപ്പെടും. തണുത്ത വെള്ളം മതി, ചൂടുവെള്ളം വേണ്ടാന്നൊക്കെ പറയും. ഒരു കാരണവശാലും അത് ചെയ്യരുത്. തുറന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ വയ്ക്കാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഹൈജീനിക് അല്ലാത്ത തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റിവെക്കൂ. മഴയ്ക്കൊന്ന് കഴിയട്ടെ.